അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഖുർആൻ പ്രഭാതം 68. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീന മുൻഫക്കീന ഹത്താ തഅതിയഹുമുൽ ബയ്യിന റസൂലുൻ മിനല്ലാഹി യത്ലൂ സുഹുഫൻ മുതഹ്ഹറ ഫീഹാ കുതുബുൻ ഖയ്യിമ وما تفرق الذين أوتوا الكتاب إلا من بعد ما جاءتهم البينة. صدق الله مولانا العظيم وصدق وبلغ رسوله النبي الكريم. പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, വളരെ പ്രധാനപ്പെട്ട ഒരധ്യായം സൂറത്തുൽ ബയ്യിനയുടെ ലം യകുനിയുടെ വിശദീകരണത്തിലേക്കാണ് ഇന്ന് നാം കടന്നുവരുന്നത്. സൂറത്തുൽ ബയ്യിനയുടെ ആദ്യത്തെ 2-3 വരികളുടെ ആയത്തുകളുടെ ആശയങ്ങൾ അല്പം സങ്കീർണമാണ്. ഖുർആൻ വ്യാഖ്യാതാക്കൾ വ്യാഖ്യാന ലോകത്ത് വളരെ പ്രയാസപ്പെട്ട ഒരായത്താണിത് എന്ന് വേണമെങ്കിൽ പറയാം. ഇമാം വാഹിദി കിതാബുൽ ബസീത്തിൽ ഉദ്ധരിക്കുന്നത് കാണാം, ഹാദിഹിൽ ആയത്തു മിൻ അസ്അബി മാ ഫിൽ ഖുർആനി നദ്മൻ വ തഫ്സീറ. വ്യാഖ്യാനം പറയാനും അതുപോലെ തന്നെ ഈ ആയത്തുകളുടെ കോർവ, ഇതിന്റെ ഓർഡർ വിശദീകരിക്കാനും മുഫസ്സിറുകൾ ഏറെ പ്രയാസപ്പെടുന്ന ഒരായത്താണ് ഇത്. എന്നിട്ട് മഹാനവറുകൾ പറഞ്ഞു, വഖത്ത് തഖബ്ബത ഫീഹൽ കിബാറു മിനൽ ഉലമ. വലിയ പണ്ഡിതന്മാർ വരെ ഈ ആയത്തിനെ വിശദീകരിക്കുന്നതിൽ അന്തിച്ചു പോയിട്ടുണ്ട് എന്ന് മഹാനവറുകൾ പറയുകയാണ്. അങ്ങനെ പറഞ്ഞതിന്റെ ശേഷം അതിന് ഒരു തീരുമാനം സമ്പൂർണമായ രൂപത്തിൽ, വ്യക്തമായ രൂപത്തിൽ നടത്തിയിട്ടുമില്ല. ഏതായാലും ഇതൊരു മഹാസംഭവമാണെന്ന് മഹാനവറുകൾ പറയുന്നു. ഈ വാക്കുദ്ധരിച്ചുകൊണ്ട് തുടങ്ങി ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, സംഗതി ശരിയാണ്, വളരെ കോംപ്ലിക്കേറ്റഡ് ആയ ഒരായത്താണിത്, സങ്കീർണമായ ആയത്താണ്. എന്നിട്ട് ആ സങ്കീർണത എന്താണെന്നും അതെങ്ങനെയാണ് ആ സങ്കീർണതകളെയൊക്കെ ദൂരീകരിച്ചുകൊണ്ട് എല്ലാ ആശയക്കുഴപ്പങ്ങളും തീർത്തുകൊണ്ട് വിശദീകരിക്കുകയെന്നും ബഹുമാനപ്പെട്ട ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ എഴുതിയത് കാണാം. ഇത്ര ഭംഗിയായി ഈ സൂറത്തിന്റെ ആയത്തുകളെ വിശദീകരിച്ചവർ മറ്റുള്ളവർ വളരെ കുറവാണ്, പലരുമുണ്ട്. എന്നാലും ഇത്ര ഭംഗിയായി ഈ ആശയം സുവ്യക്തമായ രൂപത്തിൽ പറഞ്ഞത് ഇമാം ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു ആണ്. അതുകൊണ്ട് തന്നെ ഇമാം റാസിയുടെ ചാരത്തു നിന്നുകൊണ്ട് തന്നെ ഈ ആയത്തിനെ നമുക്ക് വിശദീകരിക്കാം. ആദ്യമായി ഇതിന്റെ പശ്ചാത്തലമൊന്ന് പറയാം, എങ്കിലൊരു പ്രയാസവുമില്ല, വളരെ ലളിതമാണ് ഇതിന്റെ ആശയങ്ങൾ. എന്താണത്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മദീനയിലേക്ക് പോകുന്നത് 53-ാമത്തെ വയസ്സിലാണ്. എന്നാൽ അന്നുമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിക്കുന്നതിന്റെയും മുമ്പ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നബിയാകുന്നതിന്റെയും മുമ്പ്, ഹബീബ് വരുന്നതിന്റെ മുമ്പ് തന്നെ ജൂതന്മാരും, മദീനയിലുള്ള ജൂതന്മാരും മക്കയിലുള്ള മുശ്രിക്കുകളും ബഹുദൈവാരാധകരും പരസ്പരം പറയാറുണ്ടായിരുന്നു, രണ്ടു കൂട്ടരും പറയാറുണ്ടായിരുന്നു, അവസാനത്തെ ഒരു പ്രവാചകൻ ഇങ്ങനെ വരാനുണ്ടെന്ന് ജൂതന്മാരിൽ നിന്നും നസാറാക്കളിൽ നിന്നും മുശ്രിക്കുകളും അന്ന് കേട്ടുപഠിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ രണ്ടു കൂട്ടരും പറയും, അങ്ങനെ ഒരു നബി വരികയാണെങ്കിൽ ആ നബി വരുമ്പോൾ എല്ലാ അർത്ഥത്തിലും ഞങ്ങൾ ആ നബിയുടെ കൂടെ നിൽക്കുകയും എന്നിട്ട് ഞങ്ങൾ നിങ്ങളെ എതിർക്കുകയും ചെയ്യുമെന്ന്
ജൂതന്മാര് അഥവാ അഹ്ലു കിതാബികൾ, ജൂത നസാറാക്കൾ, അഹ്ലു കിതാബികൾ വേദക്കാര് ബഹുദൈവാരാധകരോടും ബഹുദൈവാരാധകർ വേദക്കാരോടും പറയാറുണ്ടായിരുന്നു. വേദക്കാര് പറയും, നിങ്ങളുടെ നാട്ടിൽ നിന്നൊരു നബി വരാനുണ്ട് എന്നാണ് ഞങ്ങളുടെയൊക്കെ കിതാബിലുള്ളത്. ഇൻജീലിലും തൗറാത്തിലും അങ്ങനെയുണ്ട്. ആ പ്രവാചകൻ വരുമ്പം ഞങ്ങൾ നിങ്ങളെ എതിർക്കുകയും ആ പ്രവാചകന്റെ കൂടെ നിന്ന് വിശ്വസിക്കുകയും നിങ്ങളെ എതിർക്കുകയും നിങ്ങളെ ശിർക്കിന്റെ കോട്ട കൊത്തളങ്ങൾ ഞങ്ങൾ തകർക്കുകയും ചെയ്യും എന്ന് എപ്പോഴും അവർ പറയും. എന്നിട്ട് അവർ ദുആ ചെയ്യാറുണ്ടായിരുന്നു, അല്ലാഹുമ്മ അൻസുർനാ ബിൻ നബിയിൽ മബ്ഊസി ഫീ ആഖിരി സമാൻ, അവസാനത്തെ കാലഘട്ടത്തിൽ നിയോഗിക്കപ്പെടാനുള്ള ആ പ്രവാചകന്റെ, ആ വാഗ്ദത്ത പ്രവാചകൻ, മൗഊദായ വാഗ്ദത്ത പ്രവാചകനെ കൊണ്ട് ഞങ്ങളെ നീ സഹായിക്കണേ എന്ന് ദുആയും ചെയ്യാറുണ്ടായിരുന്നു. അപ്പോൾ മുശ്രിക്കുകൾ പറയും, ഞങ്ങളെ കൂട്ടത്തിൽ നിന്നല്ലേ ആ പ്രവാചകൻ വരിക? അങ്ങനെ ഞങ്ങളെ കൂട്ടത്തിൽ നിന്ന് ആ പ്രവാചകൻ വരികയാണെങ്കിൽ ഞങ്ങൾ നിങ്ങളുടെ മുമ്പ് ആ പ്രവാചകന്റെ കൂടെ വിശ്വസിച്ചിട്ട് നിങ്ങളെ ഞങ്ങൾ തുരത്തും. ഇങ്ങനെ രണ്ടു കൂട്ടരും പറയാറുണ്ടായിരുന്നു. ചുരുക്കി പറഞ്ഞാൽ രണ്ടു കൂട്ടർക്കും നന്നാവാൻ വേണ്ടത് തിരുനബിയുടെ ആഗമനം മാത്രമായിരുന്നു. നബി തങ്ങൾ വന്നാ ഞങ്ങൾ നന്നാവുമെന്ന് വീമ്പ് പറഞ്ഞ് നടക്കുകയായിരുന്നു. സംഗതി ഉണ്ടായതോ, തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചൊല്ലി വേദക്കാർ പല ടീമുകളായി ഭിന്നിച്ചു, ചിന്നിച്ചിതറി. ആ കൂട്ടത്തിൽ വിശ്വസിച്ചവരുണ്ട്. അബ്ദുല്ലാഹിബ്നു സലാമിനെ പോലെ, സയ്യിദുബ്നു സഇയയെ പോലെ റളിയല്ലാഹു അൻഹുമ വിശ്വസിച്ചവരുണ്ട്. വിശ്വസിക്കാത്തവരുണ്ട്. തിരുനബിയെ ചൊല്ലി തന്നെ വിശ്വസിക്കാതിരിക്കുമ്പോൾ അവർ പല തട്ടിലുമായി പോയവരുണ്ട്. ഛിന്ന ഭിന്നമായി അവർ വിഭാഗങ്ങളായി ഭിന്നിച്ചു പോയത് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നതിന്റെ ശേഷം. അപ്പൊ തിരുനബി വരുന്നതോടുകൂടെ ഞങ്ങളുടെ ഈ തെറ്റായ രീതികളിൽ നിന്ന് മാറും എന്ന് വീമ്പ് പറഞ്ഞിരുന്നവർ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പോൾ അവർ കൂടുതൽ പിഴക്കുകയാണ് ചെയ്തത് എന്നതാണ് വളരെ സങ്കടകരം. എന്നതുപോലെ മുശ്രിക്കുകളോ ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വന്നപ്പം വിശ്വസിച്ചവരും വിശ്വസിക്കാത്തവരുമുണ്ട്. ധാരാളം ആളുകൾ വിശ്വസിക്കാത്തവരാണ്. അപ്പൊ അവരെ പരിഹസിച്ചുകൊണ്ട്, ആരോഗ്യകരമായ വിധത്തിൽ അവരെ പരിഹസിച്ചുകൊണ്ട് തുടങ്ങുന്ന ആയത്തുകളാണിത്. ഇനി ഇതിന്റെ അർത്ഥം പറഞ്ഞാൽ തിരിയും. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ലം യകുനിൽ ലദീന കഫറൂ മിൻ അഹ്ലിൽ കിതാബി വൽ മുശ്രികീൻ. വേദക്കാരും ബഹുദൈവാരാധകരുമായ സത്യനിഷേധികളായിരുന്നില്ല, മുംഫക്കീന അവരുടെ ചീത്തയായ വിശ്വാസത്തിൽ നിന്നവർ പിന്മാറുന്നവരായിരുന്നില്ല, ഹത്താ തഅതിയഹുമുൽ ബയ്യിന സമ്പൂർണമായ തെളിവ് അവർക്ക് വന്നെത്തുന്നതുവരെ. എന്ന് പറഞ്ഞാൽ പ്രമാണം വരാൻ കാത്തിരിക്കുകയായിരുന്നു അവർ അവരുടെ ചീഞ്ഞുനാറുന്ന ആശയത്തിൽ നിന്ന് പിന്മാറാൻ. അങ്ങനെയായിരുന്നു അവർ വീമ്പ് പറഞ്ഞുകൊണ്ടിരുന്നത്. റസൂലും മിനല്ലാഹി യത്ലു സുഹുഫൻ മുതഹറ, അതായത് അൽ ബയ്യിന തെളിവ് വരുന്നത് വരെ എന്ന് പറഞ്ഞാൽ ആ തെളിവ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് റസൂലും മിനല്ലാഹി അള്ളാഹുവിന്റെ ഭാഗത്തു നിന്നുള്ള തിരുനബി അവർക്ക് വരുന്നത് വരെ. യത്ലു സുഹുഫൻ മുതഹറ, വിശുദ്ധ ഖുർആനിന്റെ താളുകൾ പാരായണം ചെയ്തുകൊണ്ട്, അതിന്റെ പേജുകൾ പാരായണം ചെയ്തുകൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവരിലേക്ക് വരുന്നത് വരെ അവർ പിന്മാറാൻ തയ്യാറായിരുന്നില്ല എന്നായിരുന്നു അവരുടെ വീമ്പ് പറച്ചിൽ. പക്ഷേ ഫീഹാ കുതുബുൻ ഖയ്യിമ, ഏതാണ് ആ വിശുദ്ധമായ താളുകളടങ്ങുന്ന ഖുർആൻ? ഫീഹാ, ആ വിശുദ്ധമായ താളുകളിലുണ്ട്, ഖുർആനിന്റെ ഓരോ പേജുകളിലുമുണ്ട് കുതുബുൻ ഖയ്യിമ, നിലവാരമുള്ള ധാരാളം ഗ്രന്ഥങ്ങളുണ്ട് അതില്. എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം വിശുദ്ധ ഖുർആൻ. ആ ഖുർആനിനെ കുറിച്ച് മുതഹറത്താണ് എന്ന് ആദ്യം പറഞ്ഞു. അത് വിശുദ്ധമാണ്. അതില് സത്യത്തിനെതിരെ ഒന്നുമുണ്ടാവില്ല, ശ്ലീലമല്ലാതെ അശ്ലീലമൊന്നുമുണ്ടാവില്ല, മാന്യതക്ക് നിരക്കാത്ത ഒന്നുമുണ്ടാവില്ല എന്നല്ല. ആ പേജുകൾ തൊടണമെങ്കിൽ ഉളൂ പോലും വേണമെന്നർത്ഥം. മുതഹറത്തായ പേജുകളാണ്. ആ പേജുകളിലുള്ള വചനങ്ങൾ ഓതിക്കൊണ്ട് തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവരിലേക്ക് കടന്നുവരും. ഫീഹാ കുതുബുൻ ഖയ്യിമ എന്ന് പറഞ്ഞാൽ അതിൽ ഒരുപാട് നിലവാരമുള്ള പുസ്തകങ്ങളുണ്ട് അതിൽ എന്ന് പറഞ്ഞാൽ വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും വേണമെങ്കിൽ വ്യാഖ്യാനിച്ചാൽ, അതിനെ വിശദീകരിച്ചാൽ ഓരോ പുസ്തകങ്ങളാക്കാവുന്നതാണ്.
അത്രയും കട്ടിയുള്ള പുസ്തകങ്ങളാക്കാം. അത്രയും വലിയ വ്യാഖ്യാനങ്ങളുടെ ചുരുളുകളുള്ളതാണ് വിശുദ്ധ ഖുർആനിലെ ഓരോ ആയത്തുകളും. ഫീഹാ കുതുബുൻ ഖയ്യിമ. ഇനി നേരെ ചൊവ്വയുള്ള വാല്യുബിളായ മുഴുവൻ ഗ്രന്ഥങ്ങളുടെയും സമുച്ചയമാണ് ഖുർആൻ എന്ന് പറഞ്ഞാൽ ആദം നബി അലൈഹിസ്സലാം തൊട്ട് ഈസ നബി വരെയുള്ളവർക്ക് ഇറക്കിക്കൊടുത്ത മുഴുവൻ ഏടുകളുടെയും കിതാബുകളുടെയും സത്യസന്ദേശങ്ങള്, ആ സത്യാധിഷ്ഠിത സന്ദേശങ്ങൾ മുഴുവനും വിശുദ്ധ ഖുർആനിലെ 6000 ചില്ലാനം വചനങ്ങളിലുണ്ട് എന്നും അതിനർത്ഥമുണ്ട്. ഏതാവട്ടെ, ഈ സമഗ്രമായ കിതാബോദിക്കൊണ്ട് റസൂലുള്ളാഹി അവരിലേക്ക് കടന്നു വരുന്നത് വരെ അവർ നന്നാകില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. എന്നാലോ വമാ തഫറഖല്ലദീന ഊതുൽ കിതാബ്, വേദം നൽകപ്പെട്ട ആളുകൾ ഭിന്നിച്ചിട്ടില്ല. ഇല്ലാ മിൻ ബഅദി മാ ജാഅതുഹുമുൽ ബയ്യിന, അവർക്ക് വ്യക്തമായ തെളിവാകുന്ന മുഹമ്മദ് മുസ്തഫ വന്നതിന്റെ ശേഷമല്ലാതെ അവർ ഭിന്നിച്ചിട്ടില്ല. തിരുനബി വന്നപ്പോഴാണ് അവർ ഭിന്നിച്ചത്. നന്നാകുന്നതിന് പകരം അവർ ഭിന്നിക്കുകയാണ് ചെയ്തത്. അഹ്ലി കിതാബികൾ തന്നെ ഭിന്നിച്ചെങ്കിൽ പിന്നെ മുശ്രിക്കുകളുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. കാരണം അല്പമെങ്കിലും സത്യത്തിന്റെ അംശം ലഭിക്കുകയും തിരുനബിയെക്കുറിച്ചുള്ള മുന്നറിയിപ്പ് ലഭിക്കുകയും ഒക്കെ ചെയ്തവരല്ലേ അവർ. മുശ്രിക്കുകൾ ഇവരിൽ നിന്ന് പഠിച്ചവരാണ്. എന്നാൽ ഈ ഗുരുക്കളുടെ അവസ്ഥ തന്നെ, ഉസ്താദുമാരുടെ അവസ്ഥ തന്നെ ഇതാണെങ്കിൽ പിന്നെ ശിഷ്യരുടെ കാര്യം പറയേണ്ടതില്ലല്ലോ. ചുരുക്കി പറഞ്ഞാൽ ഈ ആയത്തിന്റെ താല്പര്യം ആദ്യം തിരുനബിയുടെ വരവോടുകൂടെ ഞങ്ങൾ നന്നാവുമെന്ന് വീമ്പ് പറഞ്ഞ വേദക്കാരും അഥവാ ജൂതനസാറാക്കളും ബഹുദൈവാരാധകരും രണ്ടു കൂട്ടരും തിരുനബി വന്നതോടുകൂടെ കൂടുതൽ വഷളാവുകയാണ് ചെയ്തത് എന്നാണ് ഈ ആയത്തുകളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് പറഞ്ഞതിന്റെ ആശയം. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് തിരുനബിയാകുന്ന ബയ്യിനത്ത്, ഹബീബ് ഒരു തെളിവാണ്, അല്ലാഹ് വലിയൊരു തെളിവാണ്, അതുപോലെ ഒരു തെളിവില്ല. ആ തെളിവിൽ വിശ്വസിച്ചവരാണ് നമ്മൾ. അത് നിലനിർത്തി ഖിയാമത്ത് മരിക്കുന്നത് വരെ ഈമാനോടുകൂടെ ജീവിച്ച് അവസാനം മരിക്കുമ്പോൾ കലിമ ചൊല്ലി മരിക്കാൻ തൗഫീഖ് നൽകട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.